തുടരുക. നമ്മോടൊപ്പം ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, പ്രൊഫസർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ ഒരു പ്രസ്താവനയാണ്. അതായത് ജൂൺ 4 ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും ജോലിയില്ലാത്തവരായി മാറും, തൊഴിൽ രഹിതരായി മാറും എന്ന് പറയുകയാണ്. അപ്പോൾ അത്രത്തോളം പറയാനുള്ളൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ നേതാവിന് ഉണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിന് മുൻപിലുള്ള 4-5 ലാപ്പുകളിലൊന്നും ഇത്ര ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പരാമർശം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ അറ്റാക്ക് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ ആത്മവിശ്വാസം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നത് എന്ത് സാഹചര്യത്തിലാണ്? ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഓരോ ഘട്ടമായി വർദ്ധിക്കുന്ന കാര്യമാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഒരു ഫേസിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ തന്നെയാണ് ഇന്ത്യ മുന്നണി പോയത് എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആത്മവിശ്വാസത്തിന്റെ ഗ്രേഡ് ഒരു പടി കൂട്ടി. അതിനുശേഷം പിന്നീട് നടന്ന മിക്ക സംഭവങ്ങളിലും BJPക്കായിരുന്നു തിരിച്ചടി. ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമം കർണാടകത്തിലും, കർഷകരോഷം വീണ്ടും തുടരുന്നത് വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന മേഖലകളിലും, അതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായി. മോദിയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അത് മാത്രമല്ല രാജ്യസ്നേഹവുമായി അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ വിരുദ്ധത അല്ലെങ്കിൽ ചൈന വിരുദ്ധത മുതലായ കാര്യങ്ങൾ വലിയ തോതിൽ ദേശത്തെ ഇളക്കി മറിക്കുമ്പോഴാണ് സ്വാഭാവികമായി നരേന്ദ്രമോദിക്കും BJPക്കും ഒരു മേൽക്കൈ ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ബാലാക്കോട്ട്, പുൽവാമ വിഷയങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയായപ്പോൾ പ്രാദേശിക വിഷയങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂസ് ദാറ്റ് ടച്ചസ് ലൈഫ്, ഇതെല്ലാം പിന്നണിയിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരൊറ്റ സിംഗിൾ വിഷയം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ കരുത്തെന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിലാണ്. ഓരോ വളരെ വളരെ ദുർബലമായ ഒരു ദേശീയ പാർട്ടി കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ദുർബലമാണ്. അത് മുൻകാലത്തിന്റെ ഒരു നിഴൽ മാത്രമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. എന്നാൽ പ്രാദേശിക കക്ഷികൾ, തമിഴ്നാട്ടിലെ DMK ആയിക്കൊള്ളട്ടെ, ബംഗാളിലെ തൃണമൂൽ ആകട്ടെ, ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആകട്ടെ, ബീഹാറിലെ രാഷ്ട്രീയ ജനതാദൾ ആകട്ടെ, ഡൽഹി പഞ്ചാബ് മേഖലയിലെ ആം ആദ്മി പാർട്ടി ആകട്ടെ, മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെയും ഉദ്ധവ് താക്കറെയുടെയും പാർട്ടികളാകട്ടെ, അവരെല്ലാം അതത് നിർണായകമായ എന്നാൽ BJPയുടെ ഡൈനമിക്സ് അങ്ങനെയല്ല. അതിശക്തമായ ദേശീയ പാർട്ടിയായി BJP നിൽക്കുകയാണ്. മറുപക്ഷത്തെ BJPയുടെ ഒപ്പമുള്ള ഒഴിച്ചുള്ള മറ്റെല്ലാ കക്ഷികളും ദുർബലമായ കക്ഷികളാണ്. അവർക്ക് ഒറ്റയ്ക്ക് BJPയുടെ ചിറകിലേറി മാത്രമേ നേട്ടമുണ്ടാക്കാനാവൂ. ഈ ഒരു ഡിവൈഡ് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. കാരണം ദേശീയ വിഷയങ്ങളിൽ നിന്ന് മാറി പ്രാദേശിക വിഷയങ്ങൾ, അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ, ന്യായ പദ്ധതിയിൽ അധിഷ്ഠിതമായി ചർച്ച നടന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ചർച്ചയായില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ 2 തലത്തിലുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, ഇത് ചർച്ചയാക്കുന്നത് ജാതി രാഷ്ട്രീയത്തിനും ജാതി സെൻസസിനും വലിയ പങ്കുണ്ട്. അപ്പൊ റിസർവേഷൻ എന്നത് വലിയ തോതിൽ വിഷയമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരുപക്ഷെ 370 എന്ന സീറ്റ് BJPക്കും 400 എന്ന സീറ്റ് NDAയ്ക്കും നേരത്തെ തന്നെ പ്രൊജക്ട് ചെയ്തത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വിപത്തായി മാറി. കാരണം അത്രയും സീറ്റുകൾ യഥാർത്ഥത്തിൽ ലഭിക്കുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിനും ആദിവാസി വിഭാഗങ്ങൾക്കും OBCകൾക്കും ലഭിക്കുന്ന സംവരണ തത്വം ഭരണഘടനാപരമായി തന്നെ അട്ടിമറിക്കപ്പെടുമോ? വർഗീയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ ഒരു സാഹസം പുതിയ സർക്കാർ ചെയ്യുമോ എന്ന ഒരു ആശങ്ക. അതാണ് ശ്രീ മോഹൻ വർഗീസ്. മറ്റു കാര്യം, ഈ താങ്കൾ ഈ വോട്ടിംഗ് പെർസെന്റേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ BJPയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. കാരണം BJPയുടെ വോട്ടുകൾ സ്വാഭാവികമായും പോൾ ചെയ്യിക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ബൂത്ത് സംവിധാനവും കേഡർമാരും ഒക്കെ ഉള്ളൊരു ആളുകളാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ അവർ പോൾ ചെയ്യിപ്പിക്കും. ഒരുപക്ഷെ ആ വോട്ടുകൾ മാത്രം പോൾ ചെയ്യുകയും മറ്റ് വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലം വന്നാലും ഈ വോട്ടിംഗ് ശതമാനത്തിലെ പ്രശ്നം ഉണ്ടാകാമല്ലോ. ശ്രീരഞ്ജിത്ത്, അത് കാണേണ്ടത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. BJP പറയുന്നത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഒരു ദേശീയ തെരഞ്ഞെടുപ്പാകുമ്പോൾ ദേശീയ വിഷയങ്ങൾ, അപ്പൊ അത് ആവേശപൂർവ്വം മോദിയുടെ ഗ്യാരണ്ടി, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. വികസനത്തിനൊരു വോട്ട്, 2047 വികസിത ഭാരതമാക്കി മാറ്റുന്ന ഭാരതത്തിനെ നയിക്കാനായി മോദിക്ക് ഒരു വട്ടം കൂടി വോട്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് വോട്ടാണ്.
അത് വലിയ തോതിൽ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് ആ വലിയ ശതമാനത്തിൽ അവർ പ്രതീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ BJPയുടെ കണക്കുകളിൽ പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയായിരുന്നു കണക്കുകൾ. പക്ഷേ ശ്രീ രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്, ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ ശരിയാണ്. കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് BJP. ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്ക് ആ കേഡറിന്റെ വോട്ട് പൂർണ്ണമായി കേഡറിലൂടെ അവരുടെ പിന്തുണക്കാരുടെ അവസാന വോട്ടും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ തക്ക ഘടനാപരമായ സംവിധാനമുണ്ട് എന്നത് സത്യം. ഇത് സംഭവിക്കണമെങ്കിൽ, അത് സമ്മതിച്ചു, പക്ഷേ സംഭവിക്കണമെങ്കിൽ BJPക്ക് കേഡർ സ്വഭാവം നിലനിർത്താനാവണം. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടെങ്കിലുമായി BJP ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടിയിലേക്ക് മാറുകയാണ്. കോൺഗ്രസിസം BJPയെ ബാധിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്, ഒരു വികാരത്തിന്റെ പുറത്ത് മാത്രം നിൽക്കുന്ന നേതാക്കൾ കാണിക്കുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തിയ നേതാക്കൾ BJPയെ ഒരു മാസ് പാർട്ടിയാക്കി മാറ്റി. ആ മാസ് പാർട്ടിയുടെ ദൗർബല്യം പലപ്പോഴും മറികടക്കുന്നത് RSSന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ പോളിംഗ് ബൂത്തിലേക്കും നിശ്ചിത എണ്ണം വോട്ടർമാരെ എത്തിക്കാൻ ഉള്ള സംവിധാനം. ഇപ്രാവശ്യം പ്രകടമായി RSS രംഗത്തില്ല. RSS അണിയറയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കെല്ലാം ഊഹിക്കാം, പക്ഷേ പ്രകടമായി RSS ഇല്ല. അത് മാത്രമല്ല BJP നേതാക്കളുടെയും RSS നേതാക്കളുടെയും പക്ഷത്തുനിന്നും പറയുകയുണ്ടായി, ഞങ്ങൾ രണ്ടും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്നു. സ്വയം സേവക് സംഘിന്റെ ഉദ്ദേശം രാഷ്ട്രീയ ഇതരമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. അവരത് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്. BJP സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആരോഗ്യമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് RSSന് തണല് ആവശ്യമില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകളും വന്നു. അത് എത്രത്തോളം RSS അവസാന നിമിഷമെങ്കിലും RSSന്റെ ശ്രമം ഉണ്ടാകുമോ ഏറെ ആളുകളെ, അനുഭാവികളെ എത്തിക്കാൻ എന്നത് സംശയമാണ്. അതാണ് പറയുന്നത്, പോളിംഗ് ശതമാനം കുറയുന്നത് അസ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമാണ്. അതിനെ ആഴതലങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ ചെറിയൊരു അംഗലാപം BJP കൊണ്ടായിരിക്കണമല്ലോ നരേന്ദ്രമോദി തന്റെ പോൾ പിച്ച് മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഫോക്കസ് വികസന വിഷയങ്ങൾ മാത്രമായിരുന്നു ശ്രീ രഞ്ജിത്ത്. അതിനുശേഷം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലുള്ള സംശയം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നതായി, പിന്നീട് അതിശക്തമായ ന്യൂനപക്ഷ വിരോധം പറയുകയും ഭൂരിപക്ഷ വർഗീയത ഏകീകരണം, ഭൂരിപക്ഷ മതത്തിന്റെ വോട്ടിന്റെ ഏകീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയത് ഒരു പക്ഷേ ഈ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണോ എന്ന സംശയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഒരു നിർണായക ഘടകമാകാം എന്ന സന്ദേഹം ഞാനും പ്രകടിപ്പിക്കുന്നത്. തിരിച്ചു വരാം ദയവായി.